എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മസാലപ്പൊടിക്ക് ആ സെക്ഷനല്ല സാറേ. അവിടെ. അതെ, എനിക്ക് ആ ബ്രാൻഡ് തന്നെ വേണം, പ്രവാസി മസാല. അത് കൊള്ളാം കേട്ടോ. ഞാൻ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഉപയോഗിച്ച് ഒറിജിനലാണെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രവാസി തന്നെ പ്രിഫർ ചെയ്യുന്നത്. സാറേ, ആ ഇത് തന്നെ. ഇതാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരാൾ നല്ലത് പറയണം. സാറ് വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ച് നോക്ക്. പ്രവാസി മസാല കഴിഞ്ഞിട്ടുള്ള പൊടിയേ ഉള്ളൂ. ആണോ? താങ്ക് യു. ഓക്കെ. മാനേജർ അവിടെ ഉണ്ടേ. സോറി, ശ്രദ്ധിച്ചില്ല. എന്നാ ശ്രദ്ധിക്കണം സാർ. സോറി സാർ. ബ്ലഡി സ്ട്രേഞ്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് മന്ത് ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്ട്സ് കൊണ്ടുവച്ചിരുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ. ഏതായിരുന്നു പ്രോഡക്റ്റ്? സാറിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ നന്ദൻ, പ്രവാസി കറി പൗഡറിൻ്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മാസമായിട്ട് ഇന്നാണ് ഒരു പീസ് വിറ്റുപോയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല അഭിപ്രായമാണല്ലോ. അതിന് ആദ്യം ആരെങ്കിലും അത് മേടിക്കണ്ടേ? അതിന് നല്ല പബ്ലിസിറ്റി വേണം. ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? ബാക്കി പല സാധനത്തിലും മായമല്ലേ. മല്ലിപ്പൊടി, അറക്കപ്പൊടി, മുളക് പൊടിയിൽ ഇഷ്ടിയപ്പൊടി. ഇത് സാധനം ഓർഗാനിക്കാ. അതിന് ഞങ്ങൾക്ക് ഓർഗാനിക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. താനകത്ത് ഇഷ്ടിയപ്പൊടിയോ അറക്കപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്തോ. പക്ഷെ ആൾക്കാർ വാങ്ങണം. സാധനം വിറ്റുകൊണ്ട് പൈസ തരാൻ പറ്റില്ല. ഇതേ ഇന്നത്തെ എൻ്റെ മാർക്കറ്റിംഗ് പ്രൂഫ്. പിന്നെ നമ്മുടെ വണ്ടി കയറുന്ന പാസഞ്ചേഴ്സിനോട് നൈസായിട്ട് പ്രസൻറ്റ് ചെയ്യും. അതെങ്ങനെ? ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചു തുടങ്ങും. വളഞ്ഞു തരുന്ന പ്രവാസി കറി പൗഡറി വന്ന് നിൽക്കും. കടല് പോലെ കിടക്കുന്ന മാർക്കറ്റാണ് ലോറൻസേ. അതിനിടയ്ക്ക് തൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ഒന്നും ഏശില്ല. താൻ എന്നെ ഡിസ്കറേജ് ചെയ്യല്ലേ മാൻ. ലെറ്റ് ദി അണ്ണാറക്കണ്ണൻ ഡു ഹിസ് റോൾ. അണ്ണാറക്കണ്ണനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല ലോറൻസേ. ഓ, പ്ലീസ് ഹാവ് ഇറ്റ്. നന്ദ മാത്രം ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ശരിയല്ല കേട്ടോ. സ്പെഷ്യലി വെൻ വി സിറ്റ് ഫോർ എ ഡ്രിങ്ക്. നല്ല ഒന്നാം തരം വൈൻ ഉണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട, ഇത് മതി. ഓക്കെ. നല്ല പബ്ലിസിറ്റി കൊടുക്കണമെന്നാണ് ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പറയുന്നത്. പബ്ലിക്കിന് വിശ്വാസമുള്ള ആരെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് വിൽ വർക്ക്. എക്സാക്ട്ലി ലൈക്ക് സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ്. സിനിമാക്കാരെ വെച്ച് പബ്ലിസിറ്റി ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല ലോറൻസേ. നമ്മുടെ ഈ സിനിമയിലെ ശ്രീനിവാസിനെ ഓർഗാനിക് ഫുഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ? റൈറ്റ്. ആ വഴിക്കൊന്ന് മുട്ടി നോക്കിയാലോ? അതൊന്നും നോക്കാവുന്നതാണ്. മാത്രമല്ല, പണ്ട് അജ്മാനിലെ പ്രവാസി അസോസിയേഷൻ മൂപ്പര് വന്നപ്പോൾ പൊന്നാട എണീച്ച് ഞാനായിരുന്നു. അത് മൂപ്പര് മറന്നു കാണാൻ വഴിയില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ നന്ദൻ, നന്ദകുമാർ. ഗൾഫിലായിരുന്നു. സാറിന് എന്നെ മനസ്സിലായോ? ഒരു 10 വർഷം മുമ്പ് സാറ് അജ്മാനിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ സാറിനെ പൊന്നാടി അണിയിച്ച് ഞാനായിരുന്നു. ഇപ്പോൾ ഓർമ്മ വന്നാ? ഓ, 10 വർഷം മുമ്പ് പൊന്നാടി അണിയിച്ച ഒരാളെ ഞാൻ മറക്കുക. ഇന്ന് രാവിലെ 9:30 വരെ ഞാൻ നിങ്ങളെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാനിപ്പോൾ ഗൾഫൊക്കെ വിട്ടു. നാട്ടിൽ ചെറിയൊരു സംരംഭം, ഇങ്ങനെ ഈ ഓർഗാനിക് കറി പൗഡറിൻ്റെ ഒക്കെ. സാർ അതിൻ്റെയൊക്കെ ഒരാളാണല്ലോ. ഞാൻ ഒന്നിൻ്റെ ഒരാളുമല്ല. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടണം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് സാർ എൻ്റെ ഉദ്ദേശവും. ഇതാ കണ്ടോ, 100% ഓർഗാനിക്കാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ നാസയുടെ ലാബറട്ടറി കൊണ്ട് പരിശോധിക്കാം. എവിടെ എവിടെ? അമേരിക്കയിൽ നാസയുടെ ലാബിൽ. എന്നാൽ നന്നിട്ടൊരു കാര്യം ചെയ്യും. ഈ മസാലപ്പൊടി നാസയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ടുപോവാ. അല്ല, അത്രയ്ക്ക് ഓതന്റിക്കാന്ന് പറയായിരുന്നു സാർ. പ്രവാസി മസാലപ്പൊടിക്ക് പറ്റിയ പേര്. മിഥുനത്തിലെ ദാക്ഷായണി ബിസ്ക്കറ്റിനൊക്കെ ബെറ്റർ അല്ലേ സാർ? സാറേ, ഞാൻ ഈ പ്രവാസി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് പ്രവാസി നന്ദൻ എന്നൊരു ഇരട്ട പേര് കൂടി ഉണ്ട്. അല്ല, ഈ പേരിന്റെ പേരിൽ അതും കൂടി ഉണ്ടെന്ന് പറയായിരുന്നു. കൊള്ളാം. സാർ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ചേച്ചിയോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞിട്ട് റിസൾട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. അല്ല, ഇത്ര- ഇരിക്കട്ടെ 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 ഇരിക്കട്ടെ. അപ്പം ഞാൻ സാറിന്റെ സമയം കളയുന്നില്ല, എഴുത്ത് കിടക്കട്ടെ. നീയാണോ ഈ ഫോട്ടോ എടുത്തേ? അന്ന് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ ചിരിയിൽ എന്തോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലേ ഇല്ലേ, എനിക്കും തോന്നിയത്. പക്ഷേ നിന്റെ ഉണ്ടാക്കി പറയുന്ന സ്വഭാവം വെച്ച് ഒന്നും കൂടി നോക്കുമ്പോ ഇതൊരു സാധാ ചിരിയാ. എടാ, ഈ പെൺപിള്ളേർക്ക് ക്യാൻഡിഡായി ഫോട്ടോസിന് പോസ് ചെയ്യാൻ ജന്മനാ ഒരു കഴിവുണ്ട്. അല്ല, ഞാൻ എൻ്റെ ചാരന്മാരെ വെച്ച് അവളുടെ ഗ്രൂപ്പിൽ ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് രോഹിത് നല്ല വിറ്റാണ് കേട്ടോ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത്രേ പിന്നെ കാര്യം.
എന്നിട്ടും അവൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ റിമൂവ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, കട്ട്. എടാ. മതി, എനിക്കിതിലൊരു സിസ്റ്റർ സപ്പോർട്ട് ആവശ്യമില്ല. ഞങ്ങൾ ഒളിച്ചോടിക്കോളാം. അയ്യോ ഒളിച്ചോടാ, അത് പോടാ. നിന്നെ പിന്നെ ഈ വീട്ടിൽ കയറ്റത്തില്ല. അതൊരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോൾ ശരിയായിക്കോളും. അച്ഛനും കൂടി കേൾക്കാൻ പറ്റുന്ന കോമഡിയാണോ? അച്ഛാ, ഈ മാരേജിനുള്ള ലീഗൽ പ്രായം ഈയിടെ കുറച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആർക്കാ, നിനക്കാണോ ഇവനാണോ? ചേച്ചി ആരോ കണ്ടുവച്ചിട്ടുണ്ട് അച്ഛാ, അതാ ഓടിപ്പോകുന്നൊക്കെയാ പറയുന്നത്. അയ്യ, ഈ ചാടിക്കേറി പറയുന്നതിന് ഒരു തെളിവാണോ? കക്ഷി നീ തന്നെ. അതാണ്. ആദ്യം ആ എൻട്രൻസ് ചെയ്തെടുക്കാൻ നോക്കണം. ചെറിയ തോതിൽ ഇവളൊരു അനുഭവം കാണിച്ചു തുടങ്ങിയാൽ മതി, ബാക്കി ഞാൻ അതിൽ പിടിച്ച് കയറും. അത് മനസ്സിലായിട്ട് തന്നെ അവൾ ഇപ്പോഴും പരിധിക്ക് പുറത്ത് തന്നെ നിൽക്കുന്നത്. അതെ, ഒന്ന് നോക്കി, ഞാനൊരു ബോറനല്ല. അല്ല, ഞാൻ വേറൊരു ബോറനല്ലാന്ന്. എൻ്റെ അച്ഛൻ ഹൈക്കോർട്ടിലെ സാമാന്യം തിരക്കുള്ളൊരു വക്കീല. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലെങ്കിലും BEd കഴിഞ്ഞതാ. ഒരേ ഒരു ചേച്ചി 2 കൊല്ലം കഴിഞ്ഞ അവള് ഡോക്ടറാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ ഫാമിലി സെറ്റപ്പ് ഇങ്ങനെയാന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഒരു ഫാമിലി നിന്നായതുകൊണ്ട് എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് ബോറനാവാൻ പറ്റില്ല. സത്യം, ഇറ്റ്സ് എ ഫാക്ട്. സിസ്റ്റർ, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുമോ ഈ സിസ്റ്റർ? കുറച്ച് അല്ല, അപ്പുറത്തെ മാറി. കോച്ചിങ് സെൻറ്ററിൽ വെച്ച് സംസാരിക്കാൻ നിന്ന അപർണയുടെ അങ്കിളുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല. പിന്നെ +2 കഴിഞ്ഞ് 3 കൊല്ലമായതുകൊണ്ട് സ്കൂളും സേഫല്ല. ഏത് നിമിഷം വേണമെങ്കിലും പൊക്കാം. മാത്രമല്ല, ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റില്ല. ഓ, നീ സ്കൂളിലാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇതേ പൊക്കി. അല്ല സാർ, ഞാൻ ഇതുവഴി പോയപ്പോൾ ചുമ്മാ കയറി, അത്ര ഗേൾസ് എല്ലാം ചെല്ലും. വേഗം സ്പീഡപ്പ്. അപർണ, ഇൻസ്റ്റയിലൊന്ന് ആഡ് ചെയ്യാവോ? ആലോചിക്കാം. ആ മതി. ദാ ഇറങ്ങായി. പുല്ല് പറിച്ചാൽ മതി, കൂർക്കയുടെ കടയൊന്നും കളയണ്ട. ഗുഡ് മോർണിംഗ് സാറേ. രാവിലെ തന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ലേ? തന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് നാസയുടെ ലാബിലൊന്നും പോയി എന്നെ ടെസ്റ്റ് ചെയ്യണ്ട. തൻ്റെ മഞ്ഞപ്പൊടി മുളകൊടി ഗംഭീരമാണ്, ശരിക്കും വീട്ടിലുണ്ടാക്കിയതുപോലെ. എൻ്റെ ഭാര്യ വിമലക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഓ, സാറിന്റെ നാവിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു കമന്റ് കേൾക്കാന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹം സാറേ. അതിൻ്റെ ക്രെഡിറ്റ് ഈശ്വരനൊന്നും കൊടുക്കണ്ട, തൻ്റെ ആത്മാർത്ഥതയ്ക്കുള്ളതാണ്. ഒരു തരി പോലും മായം ചേർക്കാത്ത മസാലപ്പൊടി, അങ്ങനെ എനിക്ക് തോന്നിയത്. ഓ സാറേ, സാർ ഇപ്പൊ പറഞ്ഞതാ ഇതിൽ നോക്കി ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ ഭാര്യയ്ക്കും കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സന്തോഷമാവും, അതുകൊണ്ടാ. അത് വേണം. പ്ലീസ് സാർ, പ്ലീസ്. വർഷങ്ങളായി ഭക്ഷണത്തിന് പകരം വിഷം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രധാനമായും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ വിഷം ഇറക്കുമതി ചെയ്ത് അവർ നമ്മളെ തീറ്റുകയാണ്. ഇവിടെയാണ് നന്ദൻ്റെ പ്രവാസി മസാലപ്പൊടിയുടെ പ്രസക്തി. ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഈ സത്യസന്ധത നിലനിർത്താൻ പ്രവാസിയുടെ പ്രവർത്തകർക്കെന്നും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗ്രേറ്റ്, ഇതാണ് പരസ്യം. ഇത് പക്ഷേ ഇങ്ങനെ നിന്റെ ഫോണിനകത്ത് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നാട്ടുകാർ കാണണം. ശ്രീനിവാസനെ പോലൊരാൾ ഇത്ര സിൻസിയറായിട്ട് പറയുമ്പോൾ ജനങ്ങളതും അവർ പ്രവാസി കറി പൗഡർ ചോദിച്ചു വരും. അത് കറക്റ്റാ. അങ്ങനെ ചെയ്താൽ മൊത്തത്തിലൊരു ഓളുണ്ടാവും.